നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിങ്ങൾ ചിതറിപ്പോകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീ സകലതും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ ഏറെക്കുറെ അവർ മനസ്സിലാക്കിയെന്ന് യേശുവിനോട് പറയുകയാണ്. നീ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന പുത്രനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടുന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അതും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ ആവശ്യമില്ല, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്ഥലത്തേക്ക് ചിതറിപ്പോകും, എന്നെ നിങ്ങൾ ഏകനായി വിടും. ആ നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. 3.5 വർഷം യേശു കൊടുത്ത ഭക്ഷണം കഴിച്ച് യേശു കൊടുത്ത ഷെൽട്ടറുകൾ കഴിഞ്ഞ, യേശുവിനാൽ സുരക്ഷിതത്വം അനുഭവിച്ച ഈ ആളുകൾ ഒരാളും അവരെ ഉപദ്രവിച്ചില്ല. യേശു അവരെ കാത്തു. അവർ യേശുവിനെ വിട്ടോടിപ്പോകുമോ? യേശു പറയുകയാണ്, നിങ്ങൾ ഓടിപ്പോകും. നമുക്കറിയാം, യേശു ഒരുപാട് പേർക്ക് പ്രാപിച്ചവരാണ്. ഇതാ ഞാൻ യേശുവിനാൽ ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായില്ല. കാരണം റോമാ ഗവൺമെൻറ് ഭരിക്കുന്ന കാലമാണ്. ഇതൊക്കെ ഒന്ന് പറയാൻ പോയാൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും, വേണേ കൊല്ലപ്പെടും. തന്നെയല്ല, യഹൂദന്മാരുടെ നേതാക്കളൊക്കെ റോമാക്കാർക്ക് അനുകൂലമാണ്. അവരാണല്ലോ യേശുവിനെ പിടിച്ചു കൊടുത്തത്. പക്ഷേ യേശുവിനോടുകൂടെ 3.5 വർഷം ജീവിച്ച, യേശുവിനെ അടുത്തറിഞ്ഞ, യേശു ആരാണെന്ന് പലപ്പോഴും ഏറ്റുപറഞ്ഞ ശിഷ്യന്മാർ തന്നെ വിട്ടു പോകും എന്ന് അവരും വിചാരിച്ചില്ല. അങ്ങനെയൊന്നും അവർ പ്ലാൻ ചെയ്തിരുന്നില്ല. ലോകവും വിചാരിച്ചില്ല. യേശുവിനോട് ശിഷ്യന്മാർ കൂടെ കാണും, അവരെയും കൂടെ അറസ്റ്റ് ചെയ്യുമായിരിക്കും എന്ന് ഒരുപക്ഷെ വിചാരിച്ച് കാണും. പക്ഷേ യേശുവിനെ പിടിക്കാൻ ആളുകൾ വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാനാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി, ഞാനാണ്. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെയാണ്. ഇവർ പോയിക്കോട്ടെ, അവരെ പിടിക്കണ്ട, അവരുത്തരവാദിയല്ല, ഞാനാണ്. എല്ലാം ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. ശിഷ്യന്മാർ ആ സമയത്ത് ഓടുകയാണ്, യേശുവിനെ ബന്ധിക്കുകയാണ്. യേശുവിനെ ബന്ധിക്കുമെന്നൊന്നും അവർ കരുതിയില്ല. കാരണം യേശു എത്രയോ അത്ഭുതങ്ങൾ ചെയ്തവനാണ്. അങ്ങനെയുള്ള യേശുവിനെ ബന്ധിക്കുകയോ? പക്ഷേ ബന്ധിച്ചു, കണ്ണുകെട്ടി, തല്ലി യേശുവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് അവർ തങ്ങളെ പിടിക്കാതിരിക്കാൻ ഓടുകയാണ്, ചെതറി ഓടുകയാണ്. അവസാനം അവർ ഏതോ ഒരു വീട്ടിൽ അഭയം തേടി അവരെ സ്വീകരിച്ചു. അവിടെ കഴിയുകയാണ്. ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ അവർ കഴിയുകയാണ്. യേശു പറഞ്ഞതുണ്ടാകും. എന്തുകൊണ്ടതുണ്ടാകും? സെഖര്യാവിൻ്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, വാളെ ഉണരുക, എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെ ഉണരുക, ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. അപ്പോൾ യേശുവിടെ ഉദ്ദേശിച്ചത് തൻ്റെ ആടുകൾ, ആ 11 പേര്, അവർ ചെതറിയോടും. ഇടയനായ ഞാൻ നല്ല ഇടയനെന്ന് പറഞ്ഞ് യേശു വെട്ടപ്പെടും, യേശുവിനെ പിടിക്കും. അതാണ് യേശു ഉദ്ദേശിച്ചത്. അതിവിടെ നിറവേറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു മാത്രമാണ് ശിക്ഷയേൽക്കേണ്ടത്. കാരണം യേശുവിന് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ. തൻ്റെ ശരീരത്തിൽ മാത്രമേ പാപമില്ലാത്ത അവസ്ഥയുള്ളൂ. കാരണം യേശു ആദാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളല്ല, മണ്ണുകൊണ്ടുണ്ടായവനല്ല, സ്വർഗീയനാണ്. യേശുവിൻ്റെ ശരീരം സ്വർഗീയ ശരീരമാണ്. അതുകൊണ്ട് ഏകമനുഷ്യനായ ആദാമിനാൽ ഉണ്ടായ പാപം ഏക മനുഷ്യനായ യേശുവിനാൽ തീരണം. ഏകൻ്റെ അവിശ്വാസത്താൽ ഉണ്ടായ പാപം
ആ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ, ഏകൻ്റെ അനുസരണക്കേലിനുണ്ടായ പാപം ആ യേശുവിൻ്റെ അനുസരണത്താൽ പരിഹരിക്കപ്പെടണം. വേറെ ആരും വേണ്ട. യേശുവിൻ്റെ അമ്മ ആ സമയത്ത് കൂടെ കുരിശിക്കപ്പെടാൻ തയ്യാറായില്ല. യേശുവിൻ്റെ സഹോദരങ്ങളില്ല, ശിഷ്യന്മാരില്ല. യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. യേശു മനുഷ്യൻ്റെ നരങ്ങേൽക്കാൻ തയ്യാറാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യേശു പറഞ്ഞു അത് സംഭവിക്കും. അത് സംഭവിച്ചു. പിറ്റേന്ന് അത് സംഭവിച്ചു. അന്ന് രാത്രി അത് സംഭവിച്ചു. കർത്താവ് ഏകനായി നമ്മുടെ നരകശിക്ഷ ഏൽക്കാൻ തയ്യാറായി. ആ കർത്താവിനെ സ്നേഹിപ്പാൻ, അവനായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.